morning students. Welcome to the General Engineering class, Chapter 12, Building Construction. Building Construction. Building construction is the process of adding structure into the real property. It is not the materials alone that make a structure or construction. The effective utilization of all the building materials to impart strength and stability in a systematic way, reducing cost and providing the standard requirements is called building construction. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു സ്ട്രക്ചറിനെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതില് ബിൽഡിംഗ് മെറ്റീരിയലിനെ മാത്രം യൂട്ടിലൈസ് ചെയ്യുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതേസമയം ആ ശരിയായ രീതിയിൽ ബിൽഡിംഗ് മെറ്റീരിയലിനെ യൂട്ടിലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ സ്ട്രക്ചറിന് സ്ട്രെങ്ത്തും അതുപോലെ സ്റ്റെബിലിറ്റിയും ഉറപ്പാക്കുകയും അതോടൊപ്പം തന്നെ നിർമ്മാണ കോസ്റ്റ് കുറയ്ക്കുകയും അതേസമയം അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന രീതിയിൽ റോ മെറ്റീരിയലിനെ യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, a structure has number of components like foundation, basement, superstructure, roofing, flooring, etc. A structure has number of components like foundation, basement, superstructure, roofing, flooring, etc. Okay. Next, foundation. The lowest artificially prepared parts of the structure provided below the ground level, which transmits the loads of the structure to the ground, are known as foundation or substructure. The lowest artificially prepared parts of the structure provided below the ground level, which transmits the loads of the structure to the ground, are known as foundation or substructure. അതായത് നമ്മുടെ ഭൂമി, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി, അതായത് ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട നിലം. ഈ ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട നിലത്ത് ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവലാണ്. ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്നും താഴോട്ട് സ്ട്രക്ചറിന് ഉറപ്പ് കിട്ടാൻ വേണ്ടി ഗ്രൗണ്ടിൽ നിന്ന് താഴോട്ട് നിർമ്മിക്കുന്ന സബ്സ്ട്രക്ചർ ആണ് പറയുന്നത്. ഇതിന്റെ ആവശ്യകത എന്താണ്? ഈ സൂപ്പർ സ്ട്രക്ചറിൽ നിന്നും അല്ലെങ്കിൽ ബിൽഡിംഗ് മൊത്തം സ്ട്രക്ചറിൽ നിന്നും അതിന്റെ ലോഡ് ഭൂമിയിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ ബിൽഡിങ്ങിന്റെ ലോഡ് ഭൂമിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. ബിൽഡിങ്ങിന്റെ ലോഡ് മൊത്തം ഭൂമിയിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മണ്ണിലേക്ക് താഴ്ത്തി ഉണ്ടാക്കുന്ന ഭാഗമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് ഗ്രൗണ്ട് ലെവലില് താഴെ ആയിരിക്കും. അതേസമയം സ്ട്രക്ചറിന്റെ മുഴുവൻ ലോഡുകളും ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ്സ്ട്രക്ചർ ആണ്.
Okay. Next, objectives of foundation. Objectives of foundation. Objectives of foundation. Foundations are provided for the following purposes. First one, to distribute the total load coming from the structure on a larger area. To distribute the total load coming from the structure on a larger area. അതായത് ബിൽഡിങ്ങിൽ വരുന്ന മൊത്തം ലോഡിനെയും നമ്മുടെ ഭൂമിയുടെ ലാർജർ ഏരിയക്ക് കൂടുതൽ ഏരിയക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നേരത്തെ പറഞ്ഞ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ടു സപ്പോർട്ട് ദ സ്ട്രക്ചർ. ടു സപ്പോർട്ട് ദ സ്ട്രക്ചർ. സ്ട്രക്ചറിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. സ്ട്രക്ചർ എന്ത് ചെയ്യാൻ പാടില്ല, മറയാനൊന്നും പാടില്ല. സ്ട്രക്ചർ സ്റ്റേബിൾ ആയി നിലനിൽക്കണമെങ്കിൽ അതിന് നല്ലൊരു സപ്പോർട്ട് വേണം. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഇത് അതിന് മുകളിലുള്ളത് സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനും എന്ത് ചെയ്യുന്നു, ഇത് ഉദ്ദേശിക്കുന്നു. To give enough stability to the structures against various disturbing forces such as wind, rain, etc. അത് പറഞ്ഞ പോലെ റെയിന്, വിൻഡ് തുടങ്ങിയ പുറത്തുനിന്നുള്ള ബാഹ്യമായിട്ടുള്ള ഡിസ്റ്റർബിങ് ഫോഴ്സസ്, ആ ഫോഴ്സസിൽ നിന്നെല്ലാം എന്തിന്, സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റി നൽകുക എന്നുള്ള ആവശ്യമുണ്ട് ഇതിന് ഫൗണ്ടേഷൻ. To prepare a level surface for concreting and masonry work. അതായത് കോൺക്രീറ്റ് അല്ലെങ്കിൽ മാസണറി വർക്കിന് ഒരു ലെവൽ സർഫേസ് പ്രൊവൈഡ് ചെയ്യാനും ഇവിടെ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നു. ടു പ്രിപ്പയർ എ ലെവൽ സർഫേസ് ഫോർ കോൺക്രീറ്റിംഗ് ആൻഡ് മാസണറി വർക്ക്. മാസണറി വർക്കിനും കോൺക്രീറ്റ് വർക്കിനും നല്ലൊരു പരന്ന പ്രതലം നൽകാൻ വേണ്ടിയും ഫൗണ്ടേഷൻ സഹായിക്കുന്നു. ടു അവോയ്ഡ് അൺഈക്വൽ സെറ്റിൽമെന്റ്. ടു അവോയ്ഡ് അൺഈക്വൽ സെറ്റിൽമെന്റ്. നമ്മള് ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം ചിലപ്പോൾ താഴ്ന്നു പോകാം, ബിൽഡിംഗ് ഇങ്ങനെ ചെരിഞ്ഞു പോകാം. അപ്പോ ഇങ്ങനെയുള്ള ചെരിവുകളൊന്നും ഇല്ലാതെ ഒരു ഭാഗം ഫൗണ്ടേഷൻ താഴോട്ട് താഴ്ന്നു പോവുകയോ അല്ലെങ്കിൽ സൈഡിലേക്ക് നീങ്ങി പോവുകയോ ചെയ്താൽ നമ്മുടെ ബിൽഡിംഗ് സ്ട്രക്ചർ ഒരു വശത്തേക്ക് ചെരിയാം, അല്ലെങ്കിൽ മൊത്തം താഴത്തേക്ക് വീഴാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അതിന് ഡാമേജ് സംഭവിക്കാം. അപ്പോ അങ്ങനെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ സഹായിക്കും. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. ഫസ്റ്റ് വൺ, ഡീപ്പ് ഫൗണ്ടേഷൻ. ഡീപ്പ് foundation. Second one, shallow foundation. Deep foundation and shallow foundation. Okay, what is deep foundation? Deep foundation, the foundation which has depth more than 1.5 times the breadth. Foundation which has depth more than 1.5 times its breadth. Deep foundation എന്ന് പറയുന്നത് അതിന്റെ ബ്രെഡ്ത്ത്. അപ്പൊ ഇത് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷന്റെ ഈ ബ്രെഡ്ത്തിന്റെ 1.5 ഇരട്ടി, അതിൽ കൂടുതൽ. 1.5 ഇരട്ടി എന്ന് പറയുന്നത് ഇത് എത്രയാണോ അതിന്റെ 1.5 ഇരട്ടി, അതിൽ കൂടുതൽ താഴോട്ട്, 1.5 ഇരട്ടിയിലേക്കാളും കൂടുതൽ താഴോട്ട് പോവുകയാണെങ്കിൽ, ലെങ്ത് ഉണ്ടെങ്കിൽ ഫൗണ്ടേഷന്റെ ലെങ്ത് അതിന്റെ ബ്രെഡ്ത്തിനേക്കാളും 1.5 ഇരട്ടി താഴോട്ട് പോവുകയാണ്, 1.5 ടൈംസ് താഴോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ അത് നമ്മള് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയാം. അത് നന്നായിട്ട് താഴോട്ട് പോകുന്ന ഫൗണ്ടേഷൻ. ഫൗണ്ടേഷന്റെ ലെങ്ത് കൂടുമ്പോൾ അത് ഡീപ്പ് ഫൗണ്ടേഷൻ ആണ്. സെക്കൻഡ്, ഷാലോ ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ, ഫൗണ്ടേഷൻ which has
depth equal to 1.5 times or up to 1.5 times the breadth. അതായത് നമ്മുടെ ഫൗണ്ടേഷന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1.5 ബ്രെഡ്ത്തിന്റെ 1.5 ഇരട്ടിയാവാം, അതില് താഴെയോ അതുവരെ ആവാം. 1.5 അതുവരെയോ ആവാം. അതിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂടാൻ പാടില്ല. അതിനേക്കാളും കൂടാൻ പാടില്ല. ഇത് 1 മീറ്റർ ആണെങ്കിൽ ഇത് 1.5 മീറ്റർ ആവാം, അല്ലെങ്കിൽ 1.5 മീറ്ററിന്റെ താഴെ ആവാം. ഇത്രയും 1 മീറ്റർ ലെങ്ത് ആണെങ്കിൽ, 1 മീറ്റർ ലെങ്ത് ആണെങ്കിൽ, ബ്രെഡ്ത്ത് 1 മീറ്റർ ആണെങ്കിൽ ഇത് 1.5 മീറ്റർ വരെ വരാം. ഇതിന്റെ ലെങ്ത് 1.5 മീറ്റർ അല്ലെങ്കിൽ അതിന്റെ താഴോട്ട്. അത്രയും ഫൗണ്ടേഷനെയാണ് നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഡീപ്പ് ഫൗണ്ടേഷനില് വിവിധ തരം ഫൗണ്ടേഷൻ നോക്കാം. ഡീപ്പ് ഫൗണ്ടേഷൻ, ഡീപ്പ് സ്ട്രിപ്പ് rectangular or square footing. Rectangular or square footing. ഡീപ്പ് ഫൗണ്ടേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡീപ്പ് സ്ട്രിപ്പ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഓർ സ്ക്വയർ ഫൂട്ടിംഗ്. ബി പൈൽ ഫൗണ്ടേഷൻ. C well foundation. D pair foundation. Pair foundation. ഇങ്ങനെ വിവിധതരം ഡീപ്പ് ഫൗണ്ടേഷൻസ് ഉണ്ട്. ഡീപ്പ് സ്ട്രിപ്പ്, റെക്ടാങ്കുലർ ഓർ സ്ക്വയർ ഫൂട്ടിംഗ് എന്ന് പറയും. അത് നമ്മുടെ ചിത്രത്തിൽ കാണാം. അതിന്റെ ബേസ്മെന്റ് ഒക്കെ വെച്ച് സ്ട്രിപ്പ് വെച്ചിട്ടാണ് അത് നിങ്ങൾക്ക് ചിത്രം കാണാം. നെക്സ്റ്റ് പൈൽ ഫൗണ്ടേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പൈലിംഗ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പൈലിംഗ് എന്ന് പറയുന്നത് മണ്ണിന്റെ അടിയിലേക്ക് ഇങ്ങനെ താഴോട്ട് തുളച്ചു പോകും. അതിന്റെ ഹാർഡ് സ്ട്രാറ്റ, മണ്ണിന്റെ ഹാർഡ് സ്ട്രാറ്റ വരുത്തുന്ന വരെ അതിന്റെ ഡെൻസിറ്റി, മേൽമണ്ണ് ലോവർ ഡെൻസിറ്റി ആയിരിക്കും, പിന്നെ ഒരു മീഡിയം ഡെൻസിറ്റി ഉള്ള മണ്ണ് എത്തും. അതിൽ നിന്ന് ഹൈ ഡെൻസിറ്റി ഉള്ള മണ്ണിലേക്ക് എത്തണം. അതിന്റെ പൈല് ചെയ്ത് ഹോൾ ഡ്രില്ല് ചെയ്തിട്ട് ആ ഡ്രില്ല് ചെയ്തതിൽ നമ്മൾ കോൺക്രീറ്റോ അല്ലെങ്കിൽ വുഡണോ അങ്ങനെ പലതരത്തിലും പൈലിംഗ് ചെയ്യുന്നുണ്ട്. അത് കോൺക്രീറ്റ് ആണെങ്കിൽ ചിറക്കും, അതേസമയം പണ്ടൊക്കെ തേക്ക് ഉപയോഗിച്ചിട്ടൊക്കെ പൈൽ ഫൗണ്ടേഷൻ ചെയ്തിരുന്നത് പോലെ ഇതിന് താഴോട്ട് നമ്മൾ ഇറക്കി കൊണ്ടുവന്നതിനാണ് പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് ഹാർഡ് സ്ട്രാറ്റ വരെ എത്തണം, അതിന്റെ കുഴിയുടെ താഴ്ച. ഓക്കെ, അങ്ങനെ ഒരുപാട് പൈലുകൾ അങ്ങനെ അടിച്ചിറക്കി അതിന്റെ മുകളിൽ എന്ത് ചെയ്യും, ബെൽറ്റോ ബേസ്മെന്റ് ഒക്കെ നൽകിയിട്ട് ഉറപ്പ് വരുത്തും, പരസ്പരം യോജിപ്പിച്ച്. നെക്സ്റ്റ് വെൽ ഫൗണ്ടേഷൻ. വെൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് കിണർ പോലെ തന്നെയാണ്. കിണർ പോലെ ഒരു കിണർ കുഴിച്ചിട്ട് അതിലേക്ക് റിങ് ഇറക്കുന്നു. ആ റിങ്ങിന്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നു. ആ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളില് മണല് എല്ലാം പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്തിട്ട് മുകളിൽ അടയ്ക്കുന്നു. ഒരു നല്ല വെൽ ക്യാപ്പ് അതിന് മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് മുകളിൽ നിൽക്കുന്നതാണ് വെൽ ഫൗണ്ടേഷൻ. നെക്സ്റ്റ് പെയർ ഫൗണ്ടേഷൻ. പെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള ഫൗണ്ടേഷൻ ആണ്, സ്റ്റെപ്പുകളാണ്. ഏറ്റവും അടിയിൽ ഏറ്റവും വലിയ സ്റ്റെപ്പ് പെയർ ഫൗണ്ടേഷൻ തന്നെ, താഴെ ഏറ്റവും വലിയ സ്റ്റെപ്പ്, പിന്നെ ചെറുത് വന്നിട്ട് അതിന് മുകളിൽ നമ്മള് പില്ലറ് അതിന് മുകളിൽ വരും. ഓക്കെ, ഈ പേരുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്.
Okay. Next, types of shallow foundation. Types of shallow foundation. A spread footing. Spread footing. Spread footing. B grillage foundation. B grillage foundation. Grillage foundation. C combined footing. Combined footing. D raft or mat foundation. Raft or mat foundation. ഇത്രയും ഫൗണ്ടേഷൻസ് ആണ് നമ്മുടെ ഷാലോ ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അപ് ടു 1.5 ടൈംസ് ദ ബ്രെഡ്ത്ത് ഓർ ഈക്വൽ ടു 1.5 ടൈംസ് ദ ബ്രെഡ്ത്ത്. അപ്പോ അതില് 4 തരമുണ്ട്. സ്പ്രെഡ് ഫൂട്ടിങ് ചിത്രത്തിൽ കാണാം. അങ്ങനെ അടിയിൽ ഏറ്റവും അടിയിൽ നമ്മൾ പ്ലെയിൻ കോൺക്രീറ്റ് ചെയ്ത് ആ പ്ലെയിൻ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിങ്ങനെ സ്റ്റെപ്പായിട്ട് ഫൗണ്ടേഷൻ നടത്തുന്നതാണ് ഏത് സ്പ്രെഡ് ഫൂട്ടിങ്. സെക്കൻഡ് വൺ വില്ലേജ് ഫൗണ്ടേഷൻ. ചിത്രം നോക്കി മനസ്സിലാക്കുക, അങ്ങനെ എളുപ്പമാണ്. പരന്നേക്കാൾ നല്ല ചിത്രം നോക്കി മനസ്സിലാക്കുക. അത് ഇതുപോലെ തന്നെ സ്റ്റീൽ ബീംസ്, ഏറ്റവും അടിയിൽ കോൺക്രീറ്റ് പാഡ്, ആ കോൺക്രീറ്റ് പാഡിന്റെ മുകളിൽ സ്റ്റീൽ ബീംസ് ഇങ്ങനെ ആദ്യം ഇങ്ങനെ വെക്കും, പിന്നെ അതിന് ക്രോസ് ആയിട്ട് വെക്കും, പിന്നെ ക്രോസ് ആയിട്ട് അങ്ങനെ ക്രോസ് ആയി വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ നെട്ടും പോയിട്ടൊക്കെ ഇട്ടിട്ട് പ്ലേറ്റ് സ്റ്റീലിന്റെ പ്ലേറ്റ് വെച്ചിട്ട് ആ അയൺ പ്ലേറ്റ് വെച്ചിട്ട് അത് നെട്ടും പോയിട്ട് ഇട്ട് മുറുക്കും. അതുപോലെ തന്നെ അതിന് മുകളിലേക്ക് കുളം അല്ലെങ്കിൽ പില്ലറ് അതിന് മുകളിൽ മുറുക്കും. നെക്സ്റ്റ് കമ്പൈൻഡ് ഫൂട്ടിങ്. കമ്പൈൻഡ് ഫൂട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ പില്ലർ ഉണ്ടാക്കുമ്പോൾ 2 പില്ലറുകൾ അങ്ങനെ കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കുന്നതാണ്. ഒരു കമ്പൈൻഡ് ഫൂട്ടിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫൂട്ടിങ് ഉണ്ട്, ഇവിടെ ഒരു ഫൂട്ടിങ് ഉണ്ടെങ്കിൽ 2 ഫൂട്ടിങ് കൂടെയും ഒരുമിച്ച് ചേർക്കുന്നതാണ് കമ്പൈൻഡ് ഫൂട്ടിങ്. ഫൗണ്ടേഷൻ 2 കൂടെയും കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടാവും. പില്ലറിന്റെയും അല്ലെങ്കിൽ 2 കോളത്തിന്റെയും അടിഭാഗം കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടാവും. ഇതിനാണ് കമ്പൈൻഡ് ഫൂട്ടിങ് എന്ന് പറയുന്നത്. റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അടിഭാഗം മൊത്തം എന്ത് ചെയ്യും, കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഇങ്ങനെ പില്ലറുകൾ ഒരു പായ വിരിച്ച പോലെ അടിഭാഗം മൊത്തമായിട്ട് നിരത്തി കോൺക്രീറ്റ് ചെയ്യും. കോൺക്രീറ്റ് ചെയ്തിട്ട് നിറയെ പില്ലറുകൾ അല്ലെങ്കിൽ കോളംസ് ഇതിങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഇത് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. നിങ്ങൾ ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കുക. കൂടുതൽ വിശദവിവരങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ലഭ്യമാവും. ഏതായാലും ഈ ചിത്രം കണ്ട് മനസ്സിലാക്കുക, ഈ പേരുകൾ പഠിച്ചു വെക്കുക. ഓക്കെ.